ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീറ്റ് പോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ മിച്ചം നമുക്ക് കുറച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതാ മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ട കേട്ടോ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറീൻ്റെ കൂടെ തന്നെ. അങ്ങനെ പൊറോട്ടയൊക്കെ ചാട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ടയും മീൻകറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീൻ കറിയാണെങ്കിൽ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്തവണയും ഗോതമ്പും അതുപോലെ തന്നെ മൈദയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോർമൽ പൊറോട്ടയിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ കിട്ടാറ്. പിന്നെ ഇതൊരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫ്രൈഡേ അവധി ദിവസം ആയതുകൊണ്ട് മിക്കവാറും ഇന്ന് ഫുൾ ഡേ അവധിയാണ്. സോ അപ്പോൾ അതുപോലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ്. ഈ സമയമായിട്ടും വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഇക്കയും മാത്രമേ എണീറ്റിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ബാക്കി പരിപാടിയും കൂടിയൊക്കെ ഒന്ന് തീർക്കുന്നുണ്ട്. ഇന്ന് അവധി ദിവസമാണെങ്കിൽ ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ് വൈറ്റ് മാത്രമേ വാവ കഴിക്കുകയുള്ളൂ. അപ്പോൾ യെല്ലോ പാട്ട് ഞങ്ങളായിക്കോട്ടെ കഴിക്കാറ്. ഇതിന് ശേഷം ചായയും കൂടി വെക്കുന്നുണ്ട്. ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമ്മൾ കടും ചായയാണ് കേട്ടോ വെക്കാറ്. പക്ഷേ ഇത്തവണ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബൂസ്റ്റും കൂടിയൊക്കെ ഇട്ടാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു 10:45 ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ പൊറോട്ടയും ചെമ്മീൻ കറിയും അതുപോലെ തന്നെ മുട്ടയായിരുന്നു. ഈ ഒരു ടൈമിൽ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെയും ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ചെമ്മീൻ കറിയും പൊറോട്ടയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാണ്, ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ലഞ്ച് ഇക്ക പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് ഒരു ഫ്രണ്ടിനെ വിട്ട് മേടിപ്പിക്കുമായിരുന്നു കേട്ടോ. ആൾ മേടിക്കുന്ന കൂട്ടത്തിൽ നമുക്കും കൂടി മേടിച്ച് തരുമായിരുന്നു. അങ്ങനെ ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പാടെ തന്നെ ഐസ്ക്രീമൊക്കെ ഐസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി വാനില ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ആൾക്ക് ഐസ്ക്രീമൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നേരം വെളുത്തിട്ട് വേറെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഇക്കായും കൂടിയൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഐസിന് വേണ്ടി കുറച്ച് വെള്ളച്ചോറ് ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹൈദരാബാദ് ബിരിയാണി ആയിരുന്നു കേട്ടോ, മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലൊരു ഗ്രേവി കിട്ടും. ഈ ഒരു ഗ്രേവി ബിരിയാണി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു സാലഡും ഉണ്ടായിരുന്നു. സംഭവം അത്യാവശ്യം സ്പൈസി ആയിരുന്നു, പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ മട്ടനൊക്കെ അത്യാവശ്യം നല്ല പീസസും ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ്റെ ഒരു ചൊവയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്വീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഹൽവ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കൊന്ന് ബ്രെഡ് നമ്മൾ ഏലക്കായും പഞ്ചസാരയിലൊക്കെ മുക്കി ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ഇവിടുന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഹൽവ കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കും ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി വാനിലയുടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാനും ഇക്കാൻ കൂടെ കഴിക്കുന്ന സമയം ഇപ്പോൾ ഐസ്ക്രീമൊക്കെ പകുതി മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇക്കയുടെ തുണിയൊക്കെ ഒന്ന് തേക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള തുണി നമ്മൾ ഫ്രൈഡേസിലായിരിക്കും കേട്ടോ തേക്കാറ്. ഞാൻ തുണി തേക്കാൻ അത്യാവശ്യം നല്ല സ്ലോ ആണ്. അപ്പോൾ ഞാനും ഇക്കായും കൂടി കണ്ടോ തേക്കുന്ന, പകുതി ഞാൻ തേക്കും പകുതി ഇക്ക തേക്കും. അതുപോലെ ഈ ഒരു റൂമിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ഒരു റൂമിൽ നമുക്ക് AC ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പുകഞ്ഞു തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ തുണിയൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഈ സമയം ഇക്കായും വാവയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആൾ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇക്കയൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇക്കയുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്കിനി രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച ചെമ്മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും ഇക്ക ചെമ്മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. ഇപ്പോഴാണെങ്കിൽ ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോയ്ക്ക് 10 റിയാലായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ 200 സംതിങ് രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. സാധാരണ 35 റിയാലൊക്കെ ആയിരുന്നു മുമ്പ്. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ തന്നെയാണ് കേട്ടോ. അത് നല്ല പച്ച ചെമ്മീനായിരുന്നു, നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ.
അങ്ങനെ ഡിന്നറൊക്കെ ഉണ്ടാക്കുന്ന മുമ്പ് ഈവനിങ് സ്നാക്സ് ആയിട്ട് ചെമ്മീൻ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇതാ കുറച്ച് ചെമ്മീൻ മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ബോർഡിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവോള നീളത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വാവയ്ക്കും കൂടി ആയതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് കേട്ടോ എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ഗരം മസാലയാണ്. പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പൊടിയെല്ലാം ചേർത്തതിന് ശേഷം എന്താ ലാസ്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മൈദയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടി കൂടാതെ നോക്കണം, പൊടി കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് ചെമ്മീൻ കൂടുതൽ എടുക്കും തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് വെള്ളവും കൂടിയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി പൊരിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഉള്ളിവടയൊക്കെ പൊരിക്കുന്ന പോലെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അതുപോലെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ. കാരണം അകത്തുള്ള ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വരണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ തീയൊക്കെ കുറച്ച് നല്ലപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ചെമ്മീൻ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും കേട്ടോ ഇത് ലാസ്റ്റ് ലുക്ക് വരുന്നത്. നല്ല സ്മെല്ലാണ് ഇത് പൊരിച്ച് കോരുമ്പം തന്നെ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ച് കോരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവൻ ചെമ്മീൻ വടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെമ്മീൻ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇത് നമ്മൾ ടൊമാറ്റോ സോസുമായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആയിട്ടും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. വാവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ട് കിട്ടും. അതിനുശേഷം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കഞ്ഞി മതിയെന്ന് ഇരിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ പയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയർ സെപ്പറേറ്റ് ആക്കുന്നില്ല, കഞ്ഞിയും പയറും കൂടി ഒരുമിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇവിടെ സെപ്പറേറ്റ് പയറുകറി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിച്ചം വരും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയേണ്ടതും വരും. അതുകൊണ്ട് മിക്കവാറും കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ചെറുപയറൊന്നും എടുത്ത് കളയാൻ വേണ്ടി മെനക്കെടാറില്ല. പിന്നെ ചെമ്മീൻ വീണ്ടും മേടിച്ചുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ചെമ്മീൻ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സിമ്പിളായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ചെമ്മീൻ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ കൂടുതലും ടേസ്റ്റ്. പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു കറിക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചുമത്തിയും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതി വെക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ അടുപ്പിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് പുളി കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്താ കുറച്ച് കൂടുതൽ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രൈ ചെയ്യുന്ന ചെമ്മീനോടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരപ്പുള്ള ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ സവോളക്ക് പകരം ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷെ ഞാനിവിടെ അങ്ങനെ ചുമന്നുള്ളി മേടിക്കാറില്ല, എല്ലാത്തിനും സവോള തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ചെമ്മീൻ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, അപ്പോൾ കുറച്ചും കൂടി ലേറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് കേട്ടോ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസാലയൊക്കെ തേച്ചതിന് ശേഷം നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ചെമ്മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ അടച്ചു വെച്ചാണ് കേട്ടോ ചെമ്മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ചെമ്മീൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ മുളക് കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള മുളക് കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇവിടെ ഐസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുളക് കറി. അങ്ങനെ മീൻ മുളക് കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ചെമ്മീൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തുറന്നു വെച്ച് ബാക്കിയുള്ള വെള്ളവും കൂടിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചെമ്മീനിലും കൂടുതലും ടേസ്റ്റ് ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു അരപ്പിനാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അങ്ങനെതാ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ് ഇത് കുക്കായി വരുമ്പോൾ തന്നെ. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം പയറും കഞ്ഞിയും അതുപോലെ തന്നെ മുളക് ചാറും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കഞ്ഞി വെക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.